അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ സോർബറ്റ് ആണ് കേട്ടോ. അപ്പൊ സോർബറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക്, സോർബറ്റ് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം പോലെ തന്നെ, പക്ഷെ അതില് എന്താ പറയാ ഡയറി മിൽക്ക് അങ്ങനെ ഒന്നുമില്ല, ഫ്രൂട്ട് മാത്രമായിട്ടുള്ള. അപ്പൊ ഞാൻ ഇന്ന് ഞങ്ങൾ വിഷുക്കണിയൊക്കെ വെച്ചപ്പോൾ അതിന്റെ പൈനാപ്പിൾ മിക്സ് എടുപ്പുണ്ടായിരുന്നു. അപ്പൊ പൈനാപ്പിൾ സോർബറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് ആദ്യം ഒരു പൈനാപ്പിള് ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഇത് ഏതാണ്ട് എന്താ പറയാ 4-5 മണിക്കൂർ ഫ്രീസ് ചെയ്തതാ, ഫ്രോസൺ പൈനാപ്പിൾ ആണ് നമുക്കിതിന്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലൈമാണ്, അതിന്റെ ഇതിൽ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഷുഗർ ഫ്രീ റെസിപ്പി കേട്ടോ. അതിന് പകരം നമുക്ക് സ്വീറ്റ്നെസ് വേണമെന്ന് തോന്നിയാൽ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഹണിയാണ്. അപ്പൊ നമ്മൾക്ക് ശരിക്കും ഇതിൽ ആകെ പരിപാടി ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രോസൺ പൈനാപ്പിൾ മിക്സിയുടെ ജാറിലോട്ട് എടുത്തിടുക. അപ്പൊ ഞാൻ ഓരോ ഇതായിട്ട് കാണിച്ചു തരാം. ഇതേ ഈ ജാറിലോട്ട് ഫ്രോസൺ പൈനാപ്പിൾ, ഇത് തമ്മിൽ ഒട്ടാത്ത രീതിയിൽ ഫ്രീസ് ചെയ്യണം കേട്ടോ. ഇതിപ്പോ ഞങ്ങൾ മാഗിയുടെ കവറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കുക. ഈ പരിപാടി നല്ല എഫക്റ്റീവ് ആട്ടോ. ഈ അലൂമിനിയം ഫോയിൽ പോലത്തെ ഇങ്ങനത്തെ ഇതില്ലേ, അതിൽ വെച്ച് ഫ്രീസ് ചെയ്താൽ തമ്മി ഒട്ടുന്ന പ്രശ്നമില്ല. ഇനി നമുക്കിത് എന്താ പറയാ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ ലൈം ജ്യൂസ് ഒഴിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിനായിട്ട് ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ക്രഷ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ അമ്മേനെ വിളിച്ച് ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേ നമ്മുടെ പൈനാപ്പിൾ ഇതേ ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി 2 ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർക്കാനുണ്ട്. പൈനാപ്പിൾ അരയ്ക്കുമ്പോൾ ഇതിലോട്ട് ഞങ്ങളൊരു 2 ടീസ്പൂണോളം വെള്ളം ചേർത്തിരുന്നു കേട്ടോ. വളരെ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഫുഡ് പ്രോസസ്സർ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യം വരില്ല, വെള്ളം ചേർത്താൽ തന്നെ കേട്ടോ ബെസ്റ്റ്. അപ്പൊ നമ്മൾ ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ആണ് ഒഴിക്കുന്നത്. 1 ടീസ്പൂൺ ലൈം ജ്യൂസ്. പിന്നെ ഞാൻ ഇതിലോട്ട് ഇത് ഓൾമോസ്റ്റ് നല്ലൊരു സ്വീറ്റ് പൈനാപ്പിൾ ആയതുകൊണ്ട് ഒരുപാട് ഹണി വേണ്ട, ഒരു 2 ടീസ്പൂൺ ഹണിയെ ഒഴിക്കുന്നുള്ളൂ. അപ്പൊ 1 2 ഓക്കെ. ഇനി നമുക്കിത് ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് എന്താ പറയാ അരച്ചെടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് അരച്ചെടുത്ത് അതിന്റെ കൺസിസ്റ്റൻസി നോക്കാവേ. അപ്പോൾ അത് അരച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പൊ ഹണിയും ലൈം ജ്യൂസും കൂടെ ചേർത്ത് നമ്മളിത് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിയാണ്. അപ്പൊ ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കാണാൻ തന്നെ സൂപ്പറാട്ടോ. ഈ സമയത്താണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം വേണമെന്നൊക്കെ നോക്കി ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. എൻ്റെ എന്തായാലും ആവശ്യത്തിന് മധുരമുണ്ട്. അപ്പൊ ഇനി ഇത് എനിക്ക് അതിന്റെ കറക്റ്റ് സമയം കണക്കറിയില്ല. അപ്പൊ ഞാൻ ഇത് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് എത്ര നേരം എടുത്തു എന്ന് ഞാൻ അത് കഴിഞ്ഞ് ഇത് സ്കൂപ്പ് ചെയ്തൊക്കെ കാണിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് പൈനാപ്പിൾ സോർബറ്റ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ഫ്രീസ് ആയി വന്നിട്ടുണ്ട്. അതിന് ഞാനിപ്പോ ഓൾമോസ്റ്റ് ഇന്നലെ അത് ഒഴിച്ചു വെച്ചിട്ട് എബൌട്ട് 10 hours എന്തായാലും വേണം. ഞാനിപ്പോ ഇത് സെക്കൻഡ് ഡേ ആട്ടോ, അതുകൊണ്ടാണ് ഉടുപ്പിലൊക്കെ ഒരു വ്യത്യാസം. അപ്പൊ നമുക്കിനി ഇത് സ്കൂപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കുഞ്ഞു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോ ഞാൻ എൻ്റെ കയ്യിൽ സ്കൂപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ തവിയാട്ടോ ഉപയോഗിക്കാറ്. അപ്പൊ ശരിക്കൊരു ഐസ്ക്രീം പോലെ തന്നെയുള്ള കൺസിസ്റ്റൻസിയാണ്. ഒരു പൈനാപ്പിളിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മള് ഈ ഐസ്ക്രീം പെട്ടിയിൽ വാങ്ങിക്കുന്ന ഒരു ചെറിയ ഐസ്ക്രീം പെട്ടിയില്ലേ, അതിന്റെ അത്രയും ക്വാണ്ടിറ്റി ഓൾമോസ്റ്റ് ഉള്ളൂ. അപ്പൊ ഇതേ നമ്മുടെ പൈനാപ്പിൾ സോർബറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ടേസ്റ്റിംഗ് ആണ്. പൈനാപ്പിൾ സോർബറ്റ് നല്ല മധുരം കേട്ടോ.
ശരിക്കും നിങ്ങളുടെ പൈനാപ്പിളിന്റെ പുളി നോക്കി ലൈം ജ്യൂസ് ഒഴിച്ചാൽ മതി കേട്ടോ. കാരണം ഇതില് ലേശം പുളി കൂടിപ്പോയ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഫുൾ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ എന്താ പറയാ ഐസ്ക്രീം പോലെ തന്നെ, പക്ഷെ അത്ര ഇതല്ലെന്നേ ഉള്ളൂ. എന്താ പറയാ ഇതിൽ കുറച്ചും കൂടി ഒരു കടിയുണ്ട്. അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സിമ്പിൾ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എനിക്ക് തോന്നുന്നു പൈനാപ്പിളിന് പകരം വേറെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാട്ടർമെലൺ അങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻസിൽ എന്നോട് അറിയിക്കണേ. അപ്പോൾ താങ്ക് യു, ബൈ.